ഇനി നമ്മൾ പോകുന്നത് 21ാമത്തെ ചോദ്യത്തിലേക്കാണ്. സോ 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കാം. If the solution curve y equal to f of x, okay, of the differential equation x square minus 4 y dash dy by dx minus 2xy plus 2x into 4 minus x square whole square equal to 0 when x greater than 2 തന്നിട്ടുണ്ട്, passes through the point 3,15, then the local maximum value of f എത്രയെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. റെഡി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ്. അതായത് ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് 4 ദെൻ വൈ ഡാഷ് മൈനസ് 2xy പ്ലസ് 2x 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് ഇപ്പം നമുക്ക് കിടക്കുന്നത്. ഓക്കെ, ഞാൻ ദാണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 4 വൈ ഡാഷ് മൈനസ് 2xy ഈക്വൽ ടു മൈനസ് 2x 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ പക്ഷേ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റില്ല, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ നോക്കുകയാണ്. കാരണം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ ഈ ഒരു പോർഷനെ താഴേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 4 വൈ ഡാഷ് മൈനസ് 2xy ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2x എന്ന് എഴുതാൻ പറ്റും. ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ 4 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 ആൻഡ് ഇവിടെ നമുക്ക് മൈനസ് 2xy. ക്ലിയർ ആണല്ലോ? റെഡി. അപ്പോൾ നമ്മൾ ഇതാ ഈ 4 മൈനസ് എക്സ് സ്ക്വയറിന് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്, അത് സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് തന്നെ ഇവിടെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, റെഡി. ഇനി നമ്മൾ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ y ആണ്, ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ നോക്കിയേ എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4ന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 2xy ദെൻ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. ആ ഫോമിൽ ഇത് കിടക്കുന്നത് അല്ലേ. സോ ദെൻ ഇത് മൈനസ് 2x അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് നമുക്ക് y ബൈ ഡി ബൈ അല്ലെ, ഡെറിവേറ്റീവ് ഓഫ് y ബൈ എന്താണ്? y ബൈ നമ്മുടെ ഡിനോമിനേറ്റർ എന്താ മക്കളെ? എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്. റെഡി അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് y ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x ഉണ്ട്. ഇനി ഞാൻ രണ്ട് സൈഡിലും എന്ത് ചെയ്യാൻ പോവാണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് പോർഷൻ നമുക്ക് പോകും അല്ലെ, ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണ്. ദെൻ ഇവിടെയോ മൈനസ് 2 കോൺസ്റ്റന്റ് ആണ്. ദെൻ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി വരും. ഈ 2 കട്ടായി പോകും. നമുക്ക് y ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടും. റെഡി ആണല്ലോ? ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ താഴത്തെ ഈ എക്സ് സ്ക്വയർ മൈനസ് 4 നമുക്ക് ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. റെഡി. സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? y വാല്യൂ നമുക്ക് കിട്ടി. റെഡി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? then this is passes through 3,15. അപ്പോൾ എക്സിന് 3 കൊടുക്കുക, വൈക്ക് 15 കൊടുക്കുക. സോ നമ്മൾ 15 കൊടുക്കുന്നു. ഇത് 3 സ്ക്വയർ നമുക്ക് 9 മൈനസ് 4 വരുന്നു. ദെൻ നമുക്ക് മൈനസ് ഓഫ് 3 സ്ക്വയർ 9 പ്ലസ് സി വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് 15, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 5ഉം 4ഉം ആണ് 9 വരുന്നത്. സോ 5 വരും. മൈനസ് 9 പ്ലസ് സി വരും. സോ ഇത് 5നെ ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 കിട്ടും. ദെൻ മൈനസ് 9 പ്ലസ് സി വരും. സോ സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. റെഡി അല്ലേ? സോറി, സിയുടെ വാല്യൂ നമുക്ക് 9 പ്ലസ് 3 അല്ലേ 12 എന്ന് കിട്ടും. ഓക്കെ, 12 കിട്ടും. സി 12 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സി ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? y ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്കിപ്പോൾ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നുണ്ട്. ദെൻ ദ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ്, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ കോൺസെപ്റ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്ത് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. റെഡി ആണല്ലോ? സോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ വൈ ഡാഷ് കണ്ടുപിടിക്കണം. വൈ ഡാഷ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു then derivative of second x square minus 4 into derivative 2x ആണ്. then plus second function into derivative of first ഇതിന്റെ ഡെറിവേറ്റീവ് minus 2x വരും. ഓക്കെ,
സോ ഇൻറ്റു മൈനസ് 2x വരും. 2x നമുക്ക് രണ്ടിടത്തും കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ദെൻ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 12, ദെൻ ഈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4 വരും. സോ നമുക്കിവിടെ 2x ദെൻ മൈനസ് 2x സ്ക്വയർ പ്ലസ് 16 കിട്ടും. റെഡി അല്ലേ? സോ ഇവിടെ നമുക്ക് 2x ഈക്വൽ ടു 0 എന്നും എഴുതാം. അതുപോലെ തന്നെ മൈനസ് 2x സ്ക്വയർ പ്ലസ് 16 ഈക്വൽ ടു 0. 16 ഈക്വൽ 0, സോ മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 60 മൈനസ് 16, ദെൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 8 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു ഇവിടുന്ന് പ്ലസ് ഓർ മൈനസ് √8, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 2√2 വരും. ദെൻ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 0. സോ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ നമുക്കിവിടെ 2√2 മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. റെഡി അല്ലേ മക്കളെ? സോ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് എത്രയാണ്? 2√2. റെഡി? ഇനി നിങ്ങൾക്ക് വേണ്ടത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം ആണോ ഈ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? വൈ ഡബിൾ ഡാഷും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. സോ വൈ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വൈ ഡാഷ് ഇതാണ് ഇപ്പോൾ കിട്ടിയത്, മൈനസ് 4x³ ദെൻ 32x അല്ലേ? സോ വൈ ഡാഷ് ഇതാണ്, -4x³ ദെൻ 32x. നമുക്ക് വൈ ഡബിൾ ഡാഷും കൂടെ കണ്ടുപിടിക്കാം. വൈ ഡബിൾ ഡാഷ് മൈനസ് 12x² പ്ലസ് 32. ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂ വൈ ഡബിൾ ഡാഷ് ഓഫ് 2√2 കണ്ടേ മക്കളെ? അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? മൈനസ് 12 ഇൻറ്റു 2√2 ഹോൾ സ്ക്വയർ, 2 സ്ക്വയർ 4 ഇൻറ്റു 2 8 നമുക്ക് കിട്ടും. ദെൻ 32 നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടും? ഇത് എന്തായാലും നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. -64 വരെ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ കിട്ടുന്നത് എന്തായാലും മാക്സിമം വാല്യൂ ആയിരിക്കും. റെഡി ആണല്ലോ? സോ ഇനി മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കണം? നമുക്ക് y ഈക്വൽ ടു എന്നുള്ള ഫംഗ്ഷൻ അത് y ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു? -x² പ്ലസ് 12 ഇൻറ്റു x² മൈനസ് 4 എന്നായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? എക്സിന് 2√2 എന്നുള്ള വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. സോ മൈനസ് ഓഫ് 2√2 ഹോൾ സ്ക്വയർ പ്ലസ് 12 ആൻഡ് പിന്നെന്തുവാണ്? x². അപ്പോൾ 2√2 ഹോൾ സ്ക്വയർ മൈനസ് 4 അല്ലേ? സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് -8 പ്ലസ് 12ഉം ഇവിടെ നമുക്ക് 8 മൈനസ് 4ഉം കിട്ടും. ഓക്കെ, സോ 4 കിട്ടും, 16 കിട്ടും. സോ 16 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ?